ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യജ്ഞത്തിന്റെ 345 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് MV കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുകയും അനുഭവം പങ്കുവെക്കുകയും ചെയ്യുന്നത് പ്രൊഫസർ ശശികല തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോ പ്രൊഫസർ ശശികല 3 പ്രാവശ്യം പിന്നെ ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങിക്കോളൂ. ഒരു 10 മിനിറ്റിനകം വായിച്ചിട്ട് പിന്നെ അനുഭവം പറയുക. വീഡിയോ ഓൺ ചെയ്തോളൂ. സായിരാം. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। शान्ति शान्ति शान्ति. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. ഒന്നുകൂടി ഈ യജ്ഞത്തിൽ പങ്കാളിയാകാൻ എനിക്ക് അവസരം തന്ന വർച്ചല ചേച്ചിക്കും ടീമിനും എന്റെ സ്നേഹ സായിരാം. ഞാൻ തിരുവനന്തപുരം അമ്പലമുക്ക് സമിതിയിൽ നിന്ന് ശശികല. ഞങ്ങൾ താമസിക്കുന്നത് കരകുളത്താണ്. ഹസ്ബൻഡ് സുനിൽകുമാർ സെയിൽ ടാക്സിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് റിട്ടയർ ചെയ്തത്. 3 മക്കൾ. സത്യനാരായണൻ അഡ്വക്കേറ്റ് ആണ്, ബിസിനസ് ചെയ്യുന്നു. സായി നാരായണനും വൈഫും ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നു. സായി കല്യാൺ സ്കോട്ട്ലൻഡിൽ ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർക്ക് 3 പേർക്കും ഭഗവാന്റെ തൃക്കയ്യാല് ചോറൂണിനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഗവൺമെന്റ് കോളേജ് കാസർഗോഡാണ് ജൂനിയർ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. തിരൂർ ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് 2014 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിനു ശേഷം ഭഗവാൻ കുറച്ചുകൂടി ഉത്കൃഷ്ടമായ ഒരു പദവി തന്ന് എന്നെ അനുഗ്രഹിച്ചു. അമ്പലമുക്ക് സമിതിയിലെ ഒരു ബാലവികാസ് ഗുരുവാണ് ഞാൻ. ഭഗവാന്റെ വാണി 1977 ജൂലൈ 7 ഭഗവാൻ നൽകിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. രാമായണത്തിന്റെ കാതലായ സന്ദേശം ലളിതവും വ്യക്തവുമായ വാക്കുകളിലൂടെ ഭഗവാൻ വിശദീകരിച്ചു തരികയാണ്. പ്രേമസ്വരൂപരെ, അന്തര്യാമിയായ രാമന്റെ അഥവാ ആത്മാരാമന്റെ അനുഗ്രഹത്താൽ മനുഷ്യൻ ശാന്തിയും മോക്ഷവും പ്രാപിക്കുന്നു. ഓരോരുത്തരും ശാരീരിക ബന്ധത്തിൽ നിന്നും അകന്ന് തങ്ങളുടെ ആന്തരികമായ ദൈവികതയെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് രാമായണത്തിലെ കാതലായ ആശയം. ഭൗതിക വസ്തുക്കളോടുള്ള അത്യാസക്തി ഹൃദയത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആത്യന്തിക ജ്ഞാനം അഥവാ പരമാർത്ഥത്തെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ശ്രീരാമനോടുള്ള ഉത്കടമായ പ്രേമത്താലും ഭക്തിയാലും സീത ശ്രീരാമനെ വനത്തിലേക്ക് അനുഗമിച്ചു. ഇതിലൂടെ സീതയ്ക്ക് അവിടുത്തെ ദിവ്യ സാമീപ്യം ലഭിച്ചു. എന്നാൽ സീതയ്ക്ക് സ്വർണ്ണമാനിനോടുള്ള കാമം അഥവാ അഭിനിവേശം അതിര് കടന്നപ്പോൾ ശ്രീരാമനെ നഷ്ടമായി. ആഗ്രഹങ്ങളെ പരിത്യജിച്ചാൽ നമുക്ക് രാമനരികിൽ എത്തിച്ചേരാം. രാമായണത്തിൽ നിന്നും നാം പഠിക്കേണ്ട ഗുണപാഠം ഇതാണ്. അത്യാസക്തി രോഗമാണ്, ത്യാഗമാണ് യോഗം എന്ന ആപ്തവാക്യം എല്ലാ ആളുകൾക്കും ദേശങ്ങൾക്കും ബാധകമാണ്.
രാമസ്മരണയാൽ നിങ്ങളുടെ ഹൃദയത്തെ പവിത്രീകരിക്കുക. രാമതത്വമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം സഫലമായി തീരും. സായിരാം. ഇനി 1970 മാർച്ച് മാസം 4 ഭഗവാൻ നൽകിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. നമ്മൾ എന്ത് മനോഭാവത്തോടെയാണ് സേവനം ചെയ്യേണ്ടത് എന്ന് സ്നേഹനിധിയായ ഭഗവാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. പ്രേമസ്വരൂപരെ, യാത്രയുടെ എല്ലാ ചിലവുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും ദൂരം വന്ന് എന്തിനു വേണ്ടിയാണ്? എന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനും എന്റെ അനുഗ്രഹം നേടുന്നതിനും അല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മറ്റു ബന്ധങ്ങളും മറ്റുള്ളവരുടെ പ്രീതിയും നേടുവാൻ ശ്രമിക്കുന്നത്? എന്റെ സാന്നിധ്യവും അനുഗ്രഹവും നിഷേധിക്കുന്ന കുഴികളിൽ വീഴുന്നത് എന്തിനാണ്? മറ്റെല്ലാം മറന്ന് ഞാൻ നൽകുന്ന കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുക. സേവയുടെയും സ്നേഹത്തിന്റെയും ആത്മീയ പാതയിലേക്ക് നിങ്ങളെ നയിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെരുപ്പുകളുടെ കൂമ്പാരത്തെ ശ്രദ്ധിക്കുവാനോ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുവാനോ അഥവാ കവാടത്തിൽ കാവൽ നിൽക്കുവാനോ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. നിങ്ങളുടെ കഴിവും സമയവും മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിലാണ് വിശേഷ ഭാഗ്യവും ആനന്ദവും അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എന്നെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ സേവിക്കുന്നവരെ സേവിക്കുന്നത് എന്നെ സേവിക്കുന്നതിന് തുല്യമായ സംതൃപ്തി എനിക്ക് നൽകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആർക്ക് സേവനം ചെയ്താലും അത് എനിക്കുള്ള സേവനമാണ്. കാരണം ഞാൻ എല്ലാവരിലുമുണ്ട്. രോഗികൾക്കും ദുഃഖിതർക്കും നിങ്ങൾ നൽകുന്ന ആശ്വാസവും സന്തോഷവും എന്നിലേക്ക് എത്തുന്നു. എന്തെന്നാൽ ഞാൻ അവരുടെ ഹൃദയങ്ങളിലുണ്ട്. അവർ സഹായത്തിനു വേണ്ടി വിളിക്കുന്നത് എന്നെയാണ്. ഈശ്വരന് നിങ്ങളുടെ സേവനം ആവശ്യമില്ല. ഈശ്വരന് കാലുകളിൽ വേദനയോ വയറുവേദനയോ അനുഭവപ്പെടുന്നുണ്ടോ? ഈശ്വര ഭക്തരെ സേവിക്കാൻ ശ്രമിക്കുക. ഒരു ദാസാനുദാസനാകുക. അതായത് ഈശ്വരന്റെ ദാസന്മാരുടെ ദാസനാകുക. മാനവ സേവയാണ് ഈശ്വര സേവ ചെയ്യുവാനുള്ള ഒരേ ഒരു മാർഗം. സായിരാം. അനുഭവം ശശികല. പറ. 1970-കളിലാണ് ഞങ്ങൾ ഭഗവാനോട് അടുക്കുന്നത്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ, അതായത് കടക്കാവൂർ എന്ന് പറയും, ഞങ്ങൾ 2 ഫാമിലി മാത്രമേ സൈഡ് ഡിവോട്ടീസ് ആയുള്ളൂ. ഒന്ന് അച്ഛനും അച്ഛൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അന്ന് അവിടെ സമിതിയോ മണ്ഡലിയോ ഒന്നുമില്ല. അച്ഛനാണ് ഞങ്ങളുടെ ബാലവികാസ് ഗുരു. തിരുവനന്തപുരം അമ്പലമുക്ക് സമിതിയിൽ നിന്ന് ഡിവോട്ടീസ് വന്നാണ് ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചത്. ഓങ്കാരം, സുപ്രഭാതം, നഗരസങ്കീർത്തനം, അതുപോലെ അഷ്ടോത്തരം, ഇതെല്ലാം ഭജനങ്ങളെല്ലാം പഠിപ്പിച്ചത് പാപ്പനംകോട് സമിതിയിൽ ഭക്തജനങ്ങളാണ്. അങ്ങനെ 1975 ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയം നന്നായി പഠിച്ചു, നന്നായി പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നതല്ലേ, മലയാളം പരീക്ഷയാണ് ആദ്യം. അപ്പോൾ നന്നായി പഠിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. പരീക്ഷ എഴുതാൻ തുടങ്ങി. സമയമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതി കഴിഞ്ഞു. എല്ലാ കുട്ടികളും തകർത്ത് വെച്ച് എഴുതുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് എഴുതി കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ടാഗ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇനി വായിച്ചു നോക്കാം, വല്ല അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താമല്ലോ എന്ന് വിചാരിച്ചു വായിച്ചു തുടങ്ങി. അങ്ങനെ വായിച്ചു തന്നപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ശരിയാ, 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ ടിക്ക് ഇട്ടിട്ടുണ്ട്. 18 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുമില്ല, യാതൊരു പരിചയമില്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഇങ്ങനെ മറിച്ചപ്പോൾ എങ്ങനെയോ ഒരു പേജ് മൊത്തം ക്വസ്റ്റ്യൻ ഞാൻ കാണാതെ പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കരച്ചിലും വിളിയൊക്കെ ആയി. പക്ഷെ സമയം കഴിഞ്ഞ് ടീച്ചർ പേപ്പർ വാങ്ങി പോവുകയും ചെയ്തു. എന്തായാലും ആദ്യമായി എഴുതിയ പരീക്ഷ കണ്ണീരും കൈയുമായി പോയി. ഈ പരീക്ഷ മാത്രമല്ല, ബാക്കി ഇതിന്റെ മനപ്രയാസത്തിൽപ്പെട്ട് ബാക്കി പരീക്ഷകളൊന്നും മര്യാദയ്ക്ക് എഴുതാൻ സാധിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടാതെ 10ാം ക്ലാസ് പാസ്സായി. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഗേൾസിന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കോളേജ് ഓൾ സയൻസ് കോളേജ് ട്രിവാൻഡ്രത്ത്, അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി. കാരണം അന്ന് എൻ്റെ 2 ചേച്ചിമാരും ആ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, സിസ്റ്റർ എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. പ്രീ ഡിഗ്രി നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സായി. BSc ആ കോളേജിൽ തന്നെ കെമിസ്ട്രി മെയിൻ എടുത്ത് ഡിഗ്രി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അപ്പം അവിടെ ആ കോളേജിൽ ഞങ്ങൾക്ക് കെമിസ്ട്രിക്കാർക്കും മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിനും ഫിസിക്സ് സബ്സിഡിയറി ഉണ്ട്. അപ്പൊ ആ കോളേജിൽ ഫിസിക്സിന് ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് ഒരു ഗോൾഡ് മെഡൽ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇങ്ങനെ അലമ്പായല്ലോ, അപ്പൊ ഈ ഗോൾഡ് മെഡൽ വാങ്ങിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ട്
നല്ല അസലായി പഠിച്ചു, നന്നായി പഠിച്ചു, പരീക്ഷ എഴുതി. ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും ഫിസിക്സിന്റെ ടോപ്പ് എനിക്ക് തന്നെയാണ്. കുറച്ചുകൂടെ ഉത്സാഹത്തിൽ സെക്കൻഡ് ഇയർ പഠിച്ചു, തിയറി നന്നായിട്ട് എഴുതി. പക്ഷെ പ്രാക്ടിക്കൽ എക്സാം വന്നപ്പോൾ എനിക്ക് ഒരു 8 മാർക്ക് അവിടെ മിസ് ചെയ്തു. അങ്ങനെ ചെറിയൊരു മാർജിനിൽ, വെറും 4 മാർക്കിന്റെ മാർജിനിൽ എന്റെ ആ ഗോൾഡ് മെഡൽ സ്വപ്നവും പൊലിഞ്ഞുപോയി. അപ്പൊ രണ്ടാമത്തെ മിസ് ഫോർച്യൂൺ അതാണ്. അങ്ങനെ ഇരിക്കെ തേർഡ് ഇയർ പഠിക്കുന്നു. തേർഡ് ഇയർ ആകുമ്പോൾ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. വെട്ടുകാട് പള്ളിയുടെ ഓപ്പോസിറ്റില് കന്യാസ്ത്രീ നടത്തുന്ന ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പൊ ആ ഹോസ്റ്റലിൽ നിന്ന് കോളേജ് വരെ നടക്കണമെങ്കിൽ ഒരു 20 മിനിറ്റോളം നമുക്ക് നടക്കണം, എന്നാലേ കോളേജിൽ എത്തുള്ളൂ. ഇപ്പൊ ബീച്ച് ഏരിയയാണ്, ഭയങ്കര വെയിലാണ്. പരീക്ഷ പബ്ലിക് ബോർഡ് അവസാനത്തെ പരീക്ഷയ്ക്ക് മുമ്പ് 2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങൾക്കൊരു മിസ് ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് കുടയൊക്കെ പിടിച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മുത്തശ്ശി, ഒരു 80 വയസ്സെങ്കിലും വരും, ഭയങ്കര ഷാബി ആയിട്ടിരിക്കുന്നു. അതായത് വൃത്തിയില്ലാത്തൊരു സാരി ഉടുത്തിരിക്കുന്നു, മുടിയെല്ലാം പറന്ന് കിടക്കുന്നു, ആകെ ഒരു ഒട്ടും പ്രസന്റബിൾ അല്ലാത്ത ഒരു രീതിയിൽ. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച പള്ളിയിൽ ധ്യാനത്തിന് വന്നിട്ട് അവിടെ കിടന്നുറങ്ങി ധ്യാനിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നു വളരെ അധികം ക്ഷീണിതയായിട്ട് ഈ മുത്തശ്ശി ഇങ്ങനെ നടന്നു പോകുന്നത് എന്റെ ഫ്രണ്ടിലേക്ക്. അപ്പം ഞാൻ കുറച്ച് അപ്പൊ വല്ലാത്ത ക്ഷീണം കൊണ്ട്, വാർദ്ധക്യത്തിന്റെ ക്ഷീണമുണ്ട്, പിന്നെ ഭക്ഷണം ഇല്ലാത്തതിന്റെ ക്ഷീണമുണ്ട്, വെയില്, ഇതെല്ലാം കൊണ്ടിട്ട് ആള് വളരെ ക്ഷീണിതയാണ്. കൂടെ ആ മതിലിലോട്ട് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. അപ്പൊ നടന്ന് ഞാൻ ഈ മുത്തശ്ശിയുടെ അടുത്തെത്തിയപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ എനിക്ക് വല്ലാണ്ടൊരു ദുഃഖം തോന്നി. ഒരു സ്നേഹമോ ഒക്കെ തന്നു. അപ്പൊ നമ്മുടെ ഭഗവാൻ പറഞ്ഞില്ലേ, ആരെ സെർവ് ചെയ്താലും അത് എന്നിലെത്തുമെന്ന് വാണി വായിച്ചല്ലോ. അതുപോലെ പെട്ടെന്ന് എനിക്ക് ഭഗവാനെ ഓർമ്മ വന്നപ്പോ ഈ മുത്തശ്ശിയെ സഹായിക്കാൻ തോന്നി. സാധാരണഗതിയിലാണെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും കാണാതെ അങ്ങ് പോവുകയുള്ളൂ, കണ്ടാലും അത് സഹായിക്കണം എന്നില്ല. കാരണം നമ്മൾ സ്ഥിരം നടന്നു പോകുന്ന വഴിയാണ്, കോളേജിൽ ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ഇങ്ങനെ ഒരു മുത്തശ്ശിയെ കൂടെ നമ്മൾ കൊണ്ടുപോവുക, പിടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ് ആണെന്ന് വിചാരിക്കുമെന്ന് ഓർത്ത് ഇഗ്നോർ ചെയ്യുവാൻ. പക്ഷെ ഒരു സായി ഡിവോട്ടി ആയതുകൊണ്ട്, ഒരു നല്ല ബാലവികാസ് ഗുരു ഉള്ളത് കൊണ്ടും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ മുത്തശ്ശിക്ക് എന്റെ ബാഗിനകത്തുള്ള കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു കുപ്പിയില്. ആ വെള്ളം കൊടുത്ത് അപ്പൊ കുറച്ച് ക്ഷീണമൊക്കെ മാറി എന്റെ കുടയിലോട്ട് കയറ്റി ഞാൻ പിടിച്ചുകൊണ്ട് ഇത്രയും ദൂരം നടന്നു. അപ്പം കോളേജിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ ഒരു റൂഫുണ്ട്. അപ്പൊ അവിടെ കൊണ്ട് ചെന്ന് മുത്തശ്ശി കയറ്റി അങ്ങ് നിർത്തി. അപ്പോൾ നിർത്തിയിട്ട് എനിക്ക് ക്ലാസ് തുടങ്ങാറായപ്പോൾ ടീച്ചറിന്റെ ഒക്കെ വഴക്ക് കിട്ടുമെന്ന് ഓർത്ത് ഒത്തിരി തിരക്കിലായിരുന്നു. പിന്നെ തിരിഞ്ഞൊന്ന് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ മുത്തശ്ശിയുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് മാറി. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണവും തളർച്ചയും എല്ലാം പോയിട്ട് ഒരു ഷാബി ലുക്കായിരുന്നു, അതെല്ലാം പോയിട്ട് ഒരു വല്ലാത്തൊരു തേജസ് മുഖത്ത് വന്നു. അപ്പം പക്ഷേ എനിക്ക് വലിയ വെപ്രാളമൊന്നുമില്ല, ക്ലാസ്സിന് പോകാനുള്ള തിരക്കിലാണ്. എനിക്കൊരു അനുഗ്രഹം തന്നു. ആ അനുഗ്രഹം സാധാരണ ഈ പ്രായത്തിലുള്ള പള്ളിയിൽ നിന്ന് വരുന്ന ഒരു മുത്തശ്ശി എന്തായിരിക്കും അനുഗ്രഹിക്കുക? മോക്ക് നല്ലത് വരട്ടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു മോളെ അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ ആക്ച്വലി ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു അനുഗ്രഹം പറഞ്ഞു. അതെന്താന്ന് വെച്ചാല്, നീ എന്ന് വിളിച്ചാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ ഏതുവരെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അതുവരെ നിനക്ക് പഠിക്കാൻ സാധിക്കും. ഇതാണ് എനിക്കറിയാം. ഇനി എന്തൊക്കെയോ മിസ്ഫോർച്യൂൺസ് എനിക്ക് വരാനുണ്ടായിരുന്നു കാണും. പിന്നീടാണ് ഞാൻ അത് ഓർക്കുന്നത്. ഈ സമയത്ത് അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചുമില്ല. ഇത് ഒരു സാധാരണ മുത്തശ്ശി അല്ലെന്നും ഇത് എനിക്ക് ഭഗവാൻ സായി മുത്തശ്ശി വന്നതാണെന്നും മനസ്സിലാക്കാൻ എനിക്ക് കുറെ വർഷങ്ങൾ, ഒരു 10-15 വർഷങ്ങൾ കഴിയേണ്ടി വന്നു. കാര്യം എന്റെ ഇതുപോലെ ഓരോരോ തടസ്സങ്ങളൊന്നും എന്റെ PhD തീസിസ് 13 വർഷമായിട്ട് സബ്മിറ്റ് ചെയ്യാതിരുന്നു. ഒടുവിൽ എല്ലാ തടസ്സങ്ങളും മാറി ഭഗവാനായിട്ട് അത് സബ്മിറ്റ് ചെയ്ത് PhD ചെയ്തു. ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്ന ആ അനുഗ്രഹത്തിന്റെ പ്രസക്തി എന്താണ്. അപ്പൊ ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതി. ഇപ്പോൾ ഫൈനൽ ഇയർ പരീക്ഷയല്ലേ. അപ്പം ഞങ്ങൾക്ക് കെമിസ്ട്രിക്ക് പ്രാക്ടിക്കൽസ് 210 മാർക്കിനാണ് ഉള്ളത്. അപ്പം പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, എപ്പോഴും ഞാൻ ഇച്ചിരി ഇങ്ങനെ പിന്നിലോട്ടായി പോകുന്നു. ഒരുപാട് വൃത്തിയും ശ്രദ്ധയൊക്കെ കൂടിയാലും കുഴപ്പമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പം പ്രാക്ടിക്കൽസ് അത്ര തൃപ്തിയോടെ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അത് സത്യമായിരുന്നു. ഒരു 69 മാർക്ക് എനിക്ക് പ്രാക്ടിക്കൽസിന് പോയി. അപ്പോൾ ടോട്ടൽ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഈ 45 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫിഗേഴ്സ്, അതായത് 17, പിന്നെ 26, പിന്നെ ഒരു 8 മാർക്ക്, 4 മാർക്ക്, ഈ ഇപ്പൊ പറഞ്ഞ 69, ഇതൊക്കെ ഓർത്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ അത്രത്തോളം എന്നെ വേദനിപ്പിച്ച ഫിഗേഴ്സ് ആണ് ഈ ഫിഗേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഓർത്തു വെക്കുന്നത്.
അപ്പോൾ ഈ 69 മാർക്കിന്റെ ഒരു കുറവ് വന്നപ്പോൾ ടോട്ടൽ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി, MSc അഡ്മിഷൻ കിട്ടില്ല. പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കോളേജിലെ ടീച്ചർ ആകണമെന്നാണ്. അപ്പൊ MS പഠിക്കാതെ കോളേജിലെ ടീച്ചർ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര സങ്കടമായി ഇപ്രാവശ്യം. ഇതുവരെ സങ്കടമായിട്ട് അച്ഛനടുത്ത് പോയിരുന്നു, ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പൊ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, മോളെ നീ ഓർത്തു നോക്ക്, ഒരു ചീനിച്ചട്ടി നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ക്ലാവ് പിടിക്കും, തുരുമ്പ് പിടിക്കും, ചിലന്തി വിലയും പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ചീനിച്ചട്ടി, അതെടുത്ത് അങ്ങനെ ആരെങ്കിലും പാകം ചെയ്യുകയില്ല. അതിനെ പല പ്രാവശ്യം ചകിരിയിട്ട് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി അതിനകത്തുള്ള അഴുക്കിന്റെ അളവിനനുസരിച്ച് അത്രയും പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അതിനകത്ത് കുക്ക് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ എത്ര നല്ല കുക്ക് ആയിരുന്നാലും, എത്ര നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയാലും അത് വിഷമായിട്ട് മാറും. അതുപോലെയാണ് നമ്മളിപ്പോൾ നല്ലവരായി ജീവിക്കുന്നെങ്കിലും പൂർവ്വജന്മങ്ങളിൽ എന്തൊക്കെ പാപങ്ങൾ ചെയ്ത ഭാരവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഭഗവാൻ അതൊക്കെ അറിയാം. അതൊക്കെ ചെറുതായിട്ട് നമ്മളിൽ നിന്ന് മാറ്റി നിങ്ങൾ ക്ലീൻ ചെയ്ത് ഒരു ക്ലീൻസിങ് പ്രോസസ്സിലാണ് ഭഗവാൻ. ഒടുവിൽ അനുഗ്രഹിക്കും. അപ്പോൾ മോൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടും, വിഷമിക്കേ വേണ്ട, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു പുതിയ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ദിവസവും പൂജാമുറി പോയിരുന്നു പ്രാർത്ഥിക്കും, സ്വാമി എനിക്ക് MSc അല്ല സാധാരണ റെഗുലർ സാധനങ്ങളെല്ലാം കഴിയുമ്പോൾ പ്രാർത്ഥിക്കും, ഭഗവാൻ എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തരണം. എനിക്കറിയാം എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ. കാരണം ഞാൻ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ബാഡ് ലക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് ചോദിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി. അന്ന് ഇന്നസെന്റ് ആയിട്ട് സ്വാമിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത് യമുനയുടെ വീട്ടിൽ ചെന്നപ്പോൾ യമുനയുടെ അച്ഛൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയനാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ഹാൻഡ് ബുക്ക് കണ്ടു. അതിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോളേജസിൽ MSc കെമിസ്ട്രി ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റ്. അതിനകത്തുനിന്ന് 10 കോളേജസ് ഞാൻ നോട്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ എഴുതി വരുത്തി അഡ്രസ്സ്. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ 2 രൂപയാണ്. 20 രൂപ എടുത്ത് 10 ആപ്ലിക്കേഷൻ വരുത്തി 10 കോളേജുകളിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് പിന്നെ തൊട്ട് പൂജാമുറി പോകുമ്പോൾ സ്വാമിയുടെ അടുത്ത് പറയും, സ്വാമി എന്നാണ് ഇപ്പോഴൊക്കെയാണ് വിളിക്കുന്നത്, അന്ന് ഭഗവാനാണ്. ഭഗവാനെ ഞാൻ 2-3 ക്രിസ്ത്യൻ കോളേജസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബിഷപ്പിന്റെ രൂപത്തിലെങ്കിലും പോയി റെക്കമെൻഡ് ചെയ്ത് എനിക്ക് അഡ്മിഷൻ വാങ്ങി തരണം കേട്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ആവശ്യക്കാരന് ഔചിത്യം ഇല്ലല്ലോ. ഭഗവാന്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു ദിവസം ഒരു 1-2 ആഴ്ച കഴിഞ്ഞാണ്. അപ്പൊ രാത്രിയിലാണ് 8 മണി. അപ്പൊ ഞാൻ കഴിക്കുന്നതിനൊക്കെ മുമ്പെയാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു റൂമിന്റെ ഒരു മൂലയിൽ ഒരു മേശയുണ്ട്. ആ മേശയുടെ ഡ്രോയർ, അത് ഈ ആക്രി സാധനങ്ങൾ, ഈ പഴയ ബില്ലുകളും പഴയ താക്കോലും പൊട്ടിപ്പൊളിഞ്ഞ പേനകളും അങ്ങനെയൊക്കെ ഇടുന്ന ഒരു ആക്രി മേശയാണ്. അത് അതിന്റെ ഡ്രോയർ എന്തിനു തുറന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇന്നും അറിയില്ല. ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോ ആ ഡ്രോയറിൽ ഒരു ഇങ്ങനെ വലിച്ചു തുറന്നപ്പോ ഈ അഴുക്ക സാധനങ്ങളുടെ മുകളിൽ ഫ്രഷ് ആയിട്ടൊരു ഫോം ഇരിക്കുന്ന ഒരു മെമ്മോ ആണ്. കോട്ടയം CMS കോളേജിൽ നിന്ന് അയച്ചിരിക്കുന്ന ഒരു അഡ്മിഷൻ മെമ്മോ ആണ് അത്. കണ്ടപ്പോ എനിക്ക് തന്നെ മനസ്സിലായില്ല ഇതെന്താണെന്ന് പിടികിട്ടുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര അതിശയമായിരുന്നു. പക്ഷെ ഇത് ആര് കൊണ്ടിട്ടു, എങ്ങനെ വന്നു, ഇതൊക്കെ അൺനോണാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ച അമ്മയുടെ കയ്യിൽ പോസ്റ്റ്മാൻ കൊണ്ട് കൊടുത്തു കാണും. അപ്പൊ അമ്മ ഇട്ടിട്ട് പറയാൻ മറന്നുപോയായിരിക്കും. പക്ഷെ അമ്മ ആണയിട്ട് പറയുന്ന പോസ്റ്റ്മാൻ വന്നിട്ട് എത്രയോ ദിവസമായി. എന്തായാലും ആ ഡിസ്കഷൻ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. കാര്യം എന്തെന്ന് വെച്ചാല് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തണം, സർട്ടിഫിക്കറ്റ്സും 400 രൂപ അഡ്മിഷൻ ഫീസും ഒക്കെ ആയിട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രശ്നം ഇവിടെ 400 രൂപ ഒപ്പിക്കുന്നതാണ്. 400 രൂപ 45 വർഷം മുമ്പ് അത് ഇപ്പോഴത്തെ ഒരു 40,000 രൂപ അടുപ്പിച്ച് വരും. അപ്പൊ അതൊരു വീട്ടിലും കാണില്ലല്ലോ. നമുക്ക് GPayയോ ഫണ്ട് ട്രാൻസ്ഫറോ ഒന്നും ഇല്ലാത്ത സമയമല്ലേ. അപ്പൊ അതിന് പൈസ ഇല്ലാതെ കുറച്ച് പൈസകളൊക്കെ എടുത്തിട്ട് ഒരു അന്തം ഇല്ലാതിരിക്കുക. അടുത്ത വീട്ടിലൊക്കെ താമസിക്കുന്നത് അമ്മയുടെ സിസ്റ്റേഴ്സ് ആണ്. അവിടെ അവരുടെ എല്ലാത്തിലുള്ള എല്ലാ പൈസ എടുത്ത് ഒരു 400 രൂപ ഒരല്പം യാത്രക്കുള്ള പൈസ കൂടെ സംഘടിപ്പിച്ച് രാവിലെ വേണാട് എക്സ്പ്രസ്സിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ കോട്ടയത്തേക്ക് പോകണം. അപ്പൊ പോകുന്ന വഴിക്കെല്ലാം ഞാൻ അച്ഛനടുത്ത് പറയുകയാണ്, അച്ഛാ ഇത് ഏതെങ്കിലും പൊട്ട കോളേജ് ആയിരിക്കും, ഇത്രയും കുറഞ്ഞ മാർക്കിൽ എനിക്ക് അഡ്മിഷൻ തരയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പൊ അച്ഛൻ ഇത്തിരി അത്യാവശ്യം GK ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല മോളെ, അത് ക്രിസ്ത്യൻ മിഷണറീസ് പണ്ട് കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് അത്, ഒരിക്കലും അങ്ങനെ പൊട്ട കോളേജ് ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നടന്നു പോവുകയാണ്. ഓട്ടോയിൽ കയറാനൊന്നും പൈസ നമുക്ക് കരുതണമല്ലോ. അപ്പൊ നടന്ന് അരമണിക്കൂറോളം നടന്ന് വെയിലത്ത് CMS കോളേജിന്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ വളരെ പ്രൗഢിയുള്ള ആ കോളേജ് ക്യാമ്പസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും ആദ്യം കയറി. അഡ്മിഷൻ വന്നിരിക്കുന്ന കുട്ടികളുടെ അടുത്തെല്ലാം ഞാൻ പതുക്കെ പോയി രഹസ്യമായിട്ട് ചോദിക്കും എത്ര മാർക്കുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്നെക്കാളും 50-60 മാർക്ക് കൂടുതലുള്ളവരെ.
അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇനി വേറെ ഏതെങ്കിലും ശശിയിലേക്ക് അയച്ച ആപ്ലിക്കേഷൻ തെറ്റി എന്റെ അഡ്രസ്സിൽ വന്നാണോ? ഇങ്ങനെ നൂറ് വേണ്ടാത്ത ചിന്തകളാണ്. നോക്കണേ, ഭഗവാന്റെ അടുത്ത് എന്തെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് അത്യാവശ്യം സ്വാമി എന്തൊക്കെ ഒപ്പിച്ചു തന്നു. അഡ്മിഷൻ ബിഷപ്പായിട്ട് റെക്കമെൻഡ് ചെയ്തു, പിന്നെ മെമ്മോ അയച്ചു, ആ മെമ്മോ കാണുന്നില്ല, അത് കാണിച്ചു തന്നു, പിന്നെ പൈസ ഒപ്പിച്ചു തന്നു, എല്ലാം റെഡിയാക്കി വിട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അബദ്ധം പറ്റിയതായിരിക്കും. ഇതാണ് നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാതെ പോകും. ഈ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനും വേണം ഒരു അനുഗ്രഹം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഒടുവിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആക്കി ഫീസൊക്കെ അടച്ച് ഇറങ്ങി വീട്ടിലെത്തി പൂജാമുറി കയറുമ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ പണ്ടത്തെ പ്രാർത്ഥന ഇതും എല്ലാം കൂടി ഞാൻ റിലേറ്റ് ചെയ്തു. അങ്ങനെ അഡ്മിഷൻ കിട്ടി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഈ എന്റെ ബിഷപ്പിന് നാണക്കേട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നന്നായി പഠിച്ചു, സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചാണ് MSc പാസ്സായത്. അത് കഴിഞ്ഞിട്ട് എംഫിലിന് ജോയിൻ ചെയ്യുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. 84-ല് എംഫില് പാസ്സായി ഇറങ്ങിയപ്പോൾ ശ്രീ ശങ്കര കോളേജ് കാലടിയിൽ നിന്ന് ഒരു ലെക്ചർ പോസ്റ്റിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ അത് ഒരു ലീവ് വേക്കൻസിയാണ്, 5 വർഷത്തേക്ക് ഒരു ടീച്ചർ ലീവ് എടുത്ത് ഗൾഫിൽ പോവാണ്. അപ്പം പക്ഷെ 3 വർഷം കഴിയുമ്പോൾ അവിടുത്തെ ഒരു സാറ് റിട്ടയർ ചെയ്യുക. അപ്പൊ അത് പെർമനന്റ് വേക്കൻസിക്ക് സമമാണ്. അപ്പൊ അതിന് ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഭഗവാനോട് പറയണേ, ഭഗവാനെ ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ നേരത്ത് പറയണേ, ഞാൻ ആദ്യമായിട്ടൊരു കോളേജ് ലെക്ചറർ ആകാനുള്ള ഇന്റർവ്യൂവിന് പോവുകയാണ്, നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണേ. എന്നിട്ട് അതുപോരാ, എന്റെ കൂടെ മാത്രം പോരാ, ഈ ചോദ്യം ചോദിക്കുന്ന ഇന്റർവ്യൂവിന് സബ്ജക്ട് എക്സ്പെർട്ട് ആയിരിക്കുന്ന സാറിന്റെ കൂടെയും ഭഗവാൻ ഉണ്ടായിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. സാധാരണക്കാർക്ക് വിശ്വാസം പറ്റില്ല, പക്ഷെ ഇത് സംഭവിച്ചതാണ്. എനിക്കൊരു 5000 ചോദ്യം ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരിക്കും. കാര്യം കെമിസ്ട്രി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വിഷയമാണ്. പക്ഷേ എൻ്റെ അടുത്ത് വെറും 5 ചോദ്യമേ ചോദിച്ചുള്ളൂ. എനിക്കറിയാം, ഞാൻ എത്രയോ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ലെക്ചറേഴ്സിനെ എടുക്കാനൊക്കെ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ മിനിമം 10 ചോദ്യങ്ങൾ ചോദിക്കും. കാര്യം എന്നാലേ നമുക്കൊരു കുട്ടിയുടെ ഒരു കഴിവ് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്നോട് വെറും 5 ചോദ്യം ചോദിച്ചു. ആദ്യത്തെ 2 സിമ്പിൾ ആയിരുന്നു, പിന്നെ കുറച്ച് നല്ല ഹാർഡായിരുന്നു. പക്ഷെ ഈ 5 ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കറിയാവുന്നതായിരുന്നു. അങ്ങനെ അടുത്ത മഹാ അത്ഭുതമാണത്. ഇപ്പൊ എത്ര അത്ഭുതങ്ങളായിരിക്കുന്നു. അടുത്ത മഹാ അത്ഭുതത്തിന് എനിക്ക് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു, കാലടി ശ്രീശങ്കര കോളേജിൽ. അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച എന്റെ അച്ഛന്റെ ഫോൺ വരെയാണ്. അപ്പം ഞായറാഴ്ച PSC എക്സാം ആണ്. അതായത് ഗവൺമെന്റ് കോളേജിലേക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നതാണ്. അതിന്റെ ടെസ്റ്റ് ഞായറാഴ്ച മോള് വരണമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ സങ്കടം. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഗവൺമെന്റ് കോളേജിലാകുമ്പോൾ എപ്പോഴും ട്രാൻസ്ഫർ ഒക്കെ ഉള്ളതല്ലേ, ഇതാവുമ്പോൾ നല്ല കോളേജാണ്, നല്ല കുട്ടികളാണ്, നല്ല ഹോസ്റ്റലുണ്ട്, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ ഇതല്ലേ നല്ലത്. അത് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതല്ലേ, അപ്പൊ ഭഗവാനെ അനാദരിക്കുന്നതിന് സമയമല്ലേ. ഇത്രയും പറഞ്ഞപ്പോ അച്ഛന് ചെറിയൊരു വിഷമം. അച്ഛൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, വെച്ചു. അന്ന് രാത്രി കിടക്കുമ്പോൾ ഞാൻ ഭഗവാനെ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കാണാത്തൊരു ജീവിയാണ്. സത്യം പറഞ്ഞ് ഓർക്കാത്താണെന്നറിയില്ല, എന്റെ ഓർമ്മയിൽ സ്വപ്നങ്ങളേ ഇല്ല. അങ്ങനത്തെ ഒരാള് ഭഗവാൻ ഭൗതിക ശരീരം വിട്ടു പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുമ്പോൾ ഒരു ഭജന ഇട്ട് ഭഗവാന്റെ ഒരു രൂപം മനസ്സിൽ പതിപ്പിച്ചിട്ടാണ് കിടക്കുന്നത്, ഒരു സ്വപ്നം കാണാൻ വേണ്ടി, ഒരു സ്വപ്ന ദർശനം കിട്ടാൻ വേണ്ടി. ഇന്ന് വരെ നാളിതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് ഭഗവാന്റെ ഒരു ദർശനം കിട്ടിയിട്ടുള്ള, സ്വപ്ന ദർശനം കിട്ടിയിട്ടുള്ളത് അന്നാണ്. എന്താന്ന് വെച്ചാൽ അച്ഛന്റെ കൈ പിടിച്ച് ഭഗവാൻ എന്റെ അടുത്തോട്ട് വരുന്നു, എന്റെ കട്ടിലിനടുത്ത് വന്ന് നിന്നു. അപ്പോഴ് പേടിച്ച് ഞെട്ടി ഉണർന്ന് ഞാൻ എഴുന്നേറ്റിരുന്നു. അച്ഛനെ പിടിച്ച് ഭഗവാൻ വന്നിരിക്കുന്നു. അപ്പൊ മറ്റെന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകളാണല്ലോ നമുക്ക് എപ്പോഴും പോകുന്നത്. അങ്ങനെ ചിന്തിച്ച കാര്യം, അച്ഛന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഹാർട്ടിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ടെൻഷനായി. പിറ്റേ ദിവസം നേരം വിളക്കാൻ വേണ്ടി കാത്തിരുന്നു. ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോ അച്ഛൻ നല്ല മിടുമിടുക്കനായിട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ സ്വാമി ഈ ടെസ്റ്റ് എഴുതിക്കാൻ വേണ്ടി എന്നെ വരുത്തിയ, സ്വപ്നത്തിൽ വന്ന് എന്നെ വരുത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ടെസ്റ്റ് എഴുതിയിട്ട് തിരിച്ചുപോയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 1 വർഷത്തോളമായി. മാർച്ച് 30-ാം തീയതി ഒരു ന്യൂസ്. ആ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് സങ്കടമാണത്. അത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. 30-ാം തീയതി ആയപ്പോഴേക്കും ഒരു ന്യൂസ്, അതായത് ഈ 5 വർഷത്തേക്ക് ലീവ് എടുത്തു പോയ ടീച്ചർ ആ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് 31-ാം തീയതി ജോയിൻ ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി പിറ്റേ ദിവസം ജോയിൻ ചെയ്തു. ഞാൻ കോളേജിൽ നിന്ന് ഔട്ടായി, ജോലിയില്ലാത്ത അവസ്ഥ.
വളരെ സങ്കടത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ സങ്കടമാണ്. എത്രയോ ഈ പരീക്ഷകൾക്ക് എല്ലാം ബാഡ് ലക്ക് വന്നിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ ഒരു മുഹൂർത്തം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. എന്തായാലും വീട്ടിൽ വന്നു റിസർച്ച് ജോയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണല്ലോ ഈ ജോലിക്ക് പോയത്. അപ്പോൾ ആ റിസർച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഏറെ താമസിയാതെ മറ്റേ PSCയുടെ അപ്പോൾ റിസൾട്ട് വന്നു. അതിൽ എനിക്ക് 13ാമത്തെ റാങ്ക് ഭഗവാൻ തന്നതാണ്. കാര്യം ഞാൻ അത്ര ശ്രദ്ധിച്ചൊന്നുമല്ല എഴുതിയിരുന്നത്. പക്ഷെ ഈ കോളേജിലെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ MPhilന്റെ ഗ്രേഡ്, ഇതെല്ലാം കൂടി ഇട്ടപ്പോൾ എനിക്ക് എന്തായാലും 13ാമത്തെ റാങ്ക് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നു. ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഞാൻ കയറുകയും ചെയ്തു. ഇതാണ് നമുക്ക് ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്തിയും വിശ്വാസവും ഒക്കെ കളയാതെ പിടിച്ചു നിന്നാൽ പിന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ നമ്മളെ കൈപിടിച്ച് നടത്തും. അതാണ് എൻ്റെ ഈ അനുഭവം. അപ്പൊ എനിക്കറിയാം ഈ ജോലി ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന്. അപ്പോൾ ഞാൻ എല്ലാ മാസവും അന്ന് തൊട്ട് ഇപ്പം പെൻഷൻ വാങ്ങിക്കുമ്പോൾ പോലും എൻ്റെ സാലറിയുടെ ഒരു അംശം ഞാൻ മാറ്റിവെച്ച് അർഹതയുള്ള ആർക്കെങ്കിലും സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 34 വർഷം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ ഭഗവാന് അറിയാതെ തന്നെ ഭഗവാന്റെ മെസ്സേജ്, അതായത് മൂല്യബോധം അവരിൽ ഉണർത്താൻ വേണ്ടി എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉത്തമരായ ശിഷ്യകൾ ഉള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള ശിഷ്യ സമ്പത്ത് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാജ്യോതിയുടെ POC ആയ ഡോക്ടർ പാർവതി അജിത്ത് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. വിമൻസ് കോളേജ് ഞാൻ പഠിപ്പിച്ചതാണ്. അനദർ സ്റ്റുഡൻറ് രാജി നായർ അനന്തപൂർ കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറാണ്. പിന്നെ ബാലവികാസ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചില ശ്ലോകങ്ങൾ, ഇപ്പോൾ ഭഗവത്ഗീത ശ്ലോകങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് നിത്യയാണ് ഞാൻ വിളിച്ച് ചോദിക്കുന്നത്, എത്ര ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്നും. ഗൂഗിൾ നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കും, പക്ഷെ നിത്യ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അങ്ങനെ ഗുരുവിന്റെ ഗുരുവാകാൻ പോലും യോഗ്യതയുള്ള കുട്ടികളുള്ള ശിഷ്യ സമ്പത്ത് എനിക്ക് ഭഗവാൻ തന്ന് അനുഗ്രഹിച്ചു. സത്യസന്ധമായ എൻ്റെ ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കിങ്ങനെ പഴയ ഭഗവാന്റെ കരുണയും അനുഗ്രഹവും ഒക്കെ ഓർത്തെടുക്കാൻ അവസരം തന്ന എൻ്റെ എത്രയും പ്രിയപ്പെട്ട വത്സല ചേച്ചിക്കും ടീമിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലവിങ് സൈഡ്. ശശികല, വളരെ വളരെ സുന്ദരമായ അനുഭവങ്ങളായിരുന്നു. ഒരു പാഠം തന്നെയായിരുന്നു. സായിരാം. భక్తికి ఒక పరిమితమైనటువంటిది లేదు. Devotion has no limit. సర్వకాల సర్వావస్థలు ఎందుకును భగవంతుని యొక్క చింతనగానే భావించాలి. You should think of God everywhere, at every కానీ stage. ఈ కలి ప్రభావం చేత Because of this poor thinking, కొన్ని పనులు తనవి, కొన్ని పనులు దేవునివి అని విభజిస్తున్నారు. he classifies certain activities of his own, certain activities as the జపము divine. చేయటము, జపము చేయటము, Japa, ధ్యానము చేయటము, meditation, పూజ చేయటము, worship. ఈ విధమైనటువంటి కర్మలన్నీ కూడాను ఇది భగవంతుని కర్మలు అని భావిస్తున్నారు. We consider them as God's activities. ఇంటి పనులు చక్కదిద్దుకోవటము, వ్యాపారం చేయటము, ఉద్యోగం చేయటము, వ్యవసాయం చేయటము, ఇవన్నీ నా పనులు అనుకుంటున్నాడు. We consider household work, business, job and agriculture as our own ఈ activity. విభేదము చేతనే దైవత్వమైనటువంటి సత్యాన్ని గుర్తించుకోలేకపోతున్నాడు. Because such classification, we are not able to understand విభక్తి divinity. లేనటువంటిదే భక్తి అని దీనికి అర్థం. That which is not divisible is devotion. నీది నాది అనేటువంటి భేదం లేదు ఇక్కడ. There is nothing like mine and thine. ఎందుకనగా ఏ పనులు చేసినప్పటికీ ఈ దేహంలో ప్రాణం అనేటువంటి పరమాత్ముడు ఒక్కడే ఉంటున్నాడు. You may do any activity, but there is God, one life principle కనుకనే within. ప్రాణోపాసన అన్నారు ఆనాటి ఋషులంతా. Therefore it's called the worship with the life. ప్రాణోపాసన చేయటమే భగవంతుని యొక్క ఉపాసన. That is the actual worship to God. ശശികല, ഒരു ഭജന പാടിക്കോളൂ. സായിരാം. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഗംഗാധര ത്രിപുരേശ, ഓം നമ ശിവായ, ഗംഗാധര ത്രിപുരേശ, ഓം നമ ശിവായ. ജടാധര മഹേശ്വര, ഓം നമ ശിവായ,
ജടാധര മഹേശ്വര ഓം നമ ശിവായ. കൈലാസവാസ നടന പ്രിയ ഓം നമ ശിവായ. കൈലാസവാസ നടന പ്രിയ ഓം നമ ശിവായ. സായീശ്വര കൃപാമയ ഓം നമ ശിവായ. സായീശ്വര കൃപാമയ ഓം നമ ശിവായ. 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 ഗംഗാധര ത്രിപുരേശ ഓം നമ ശിവായ. ജടാധര മഹേശ്വര ഓം നമ ശിവായ. കൈലാസവാസ നടന പ്രിയ ഓം നമ ശിവായ. സായീശ്വര കൃപാമയ ഓം നമ ശിവായ. സായീശ്വര കൃപാമയ ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. സായിരാം ശശികല, താങ്ക് യു വെരി മച്ച്. കാരണം നിഷ്കളങ്കമായ വിശ്വാസം കൊണ്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊരു മെസ്സേജാണ് ഇതുവരെയുള്ള ശശികലയുടെ ജീവിതത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. താങ്ക് യു സോ മച്ച് സായിരാം. സായി ഉപമ, ഒരു തരം നിങ്ങൾക്ക് ഈശ്വര പ്രേമമുണ്ടെങ്കിൽ ഈശ്വര കാരുണ്യം നിങ്ങളിലേക്ക് പ്രവഹിക്കും. പ്രേമം കൊടുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥത നേടുകയും മറക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മകൻ വീട്ടിൽ നിന്നും കുറച്ച് പണം എടുക്കുകയാണെങ്കിൽ, മോഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സേവകൻ ഒരു സ്പൂൺ എടുത്താൽ നിങ്ങൾ അവനെ ശകാരിക്കുന്നു. അത് നിങ്ങൾക്ക് അവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരെ വെറുക്കാതെയും രൂക്ഷമായി വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതെയും ജീവിക്കുക. 18 പുരാണങ്ങൾ എഴുതിയ വ്യാസദേവൻ അവയുടെ സാരം ഒരു വാക്യത്തിലാണ് ഒതുക്കിയത്. പരോപകാരായ പുണ്യായ പാപായ പരപീഡനം. നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുകയില്ലെങ്കിൽ തിന്മ ചെയ്യാതെ ഇരിക്കുമെങ്കിലും ചെയ്യുക. ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. വിഭിന്നതകൾ കണ്ടുപിടിക്കാതെ ഐക്യം കാണുവാൻ ശ്രമിക്കുക. പ്രേമസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുകയാണ് ജീവിത ലക്ഷ്യം എന്നറിയുക. പ്രേമത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. 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 സായിരാം.